നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ പൊതുവേ ഒരു പറച്ചിലുണ്ട് കേട്ടോ, വലിയൊരുന്നാളും വെള്ളിയാഴ്ചയും വന്ന പോലെയെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അതേപോലെയാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രണ്ടമ്മമാരിപ്പോൾ സ്ഥലത്തുണ്ട്. അപ്പോൾ പിടിച്ച് ഞാനൊരു വീഡിയോ കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോസാണ്. അങ്ങനെ രാവിലെ ഇന്നലെ രാത്രിയാണ് അമ്മ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ ചാത്തല്ലൂരത്തെ അമ്മ കുറേ ദിവസമായി വന്നിട്ട്, 2 ആഴ്ചത്തോളമായി വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ അകമ്പാടത്തെ അമ്മ ഇന്നലെ രാത്രിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മരുവനെ കാണാനായിട്ട് വന്നതാണ്. സൂക്കടും കാര്യങ്ങളൊക്കെ ആണല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം മരുവനെ കാണാനായിട്ട് അങ്ങോട്ട് വേഗം ഇല്ലാത്ത നേരം നോക്കി അങ്ങോട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് ഞാൻ വോയിസ് ഓവർ അല്ല, ഓൺ വോയിസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ്, അമ്മ ഉണ്ട്, പിന്നെ മൂപ്പരമ്മ ഉണ്ട്, എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഒച്ചല്ലായിരുന്നു കേട്ടോ. ഓൺ വോയിസ് കൊടുക്കാൻ നോക്കുമ്പോൾ അങ്ങനെയാണ്, തീരെ ഒച്ചയും വിളി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണം അത്ര ഒരു സന്തോഷമൊക്കെ കിട്ടലില്ല കേട്ടോ ഈ ഓൺ വോയിസ് കൊടുത്താലായിട്ട്. വോയിസ് ഓവറാണ് ആദ്യം മുതലേക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇന്ന് തിരക്കാണ്, നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ നമ്മളെ 2 അമ്മമാരും തിരിച്ചു പോവുകയാണ്. പോരാത്തതിന് കുഞ്ഞാറ്റി ഉണ്ണിമോളും പോകുന്നുണ്ട് കേട്ടോ. ഇന്നൊരു ചെറിയ ചോറൂണുണ്ട്. അപ്പോൾ നമ്മളെ ഇളച്ചൻ്റെ പേരക്കുട്ടിൻ്റെ ചോറൂണാണ്. അപ്പോൾ പറശ്ശിനിക്കടവ് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് പോയി എടുത്തതാണ് കേട്ടോ. ഈ ഒരു സാരി പോലത്തെ മീറ്റർ മുറിച്ചെടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ പട്ടുപാടില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം ഞാനെന്താ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ അമ്മ ക്യാമറയ്ക്ക് നോക്കുന്നുണ്ട്. ഞാനത് അമ്മനെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അമ്മ രാവിലെ തന്നെ പോകുകയാണ്. അപ്പം അമ്മക്ക് ഇന്നൊരു ദിവസം ലീവാണ് കേട്ടോ, ഹോട്ടൽ മൊത്തത്തിൽ ലീവാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി അമ്മ എത്തി. ഇന്നൊരു 7 മണി 8 മണി 9 മണി ആയപ്പോഴത്തേന് തിരിച്ച് പോകണമെന്ന് അനിയത്തിൻ്റെ വീട്ടിൽ കേട്ടോ. ഇനിയിപ്പോൾ അവിടെയും കൂടി അങ്ങോട്ട് കവർ ചെയ്താലേ പിന്നെ വൈകുന്നേരത്താണ് നമ്മൾ അകമ്പാടത്തേക്ക് പോകുള്ളൂ. അപ്പം ഒരു റൂട്ട് കൂടിയാണല്ലോ, മക്കളെ 2 ആളെയും കെട്ടിച്ചത് ഒരു റൂട്ടിലായതുകൊണ്ട് അമ്മക്ക് വലിയ ഭാഗ്യമുണ്ട്. ആദ്യം ഓളടുത്ത് ഇടവണ്ണക്ക് പോകാൻ കഴിഞ്ഞിട്ട് മമ്പാട്ടക്ക് വരിക, അല്ലെങ്കിൽ മമ്പാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ ഇടവണ്ണക്ക്, അങ്ങനെയൊക്കെയാണ് പോകല്. ഏതായാലും ഒരു ദിവസം വന്ന 2 ആളെ അവിടെ ഒന്ന് കവർ ചെയ്യും. അല്ല അപ്പം നമുക്ക് ആരും ഇല്ലല്ലോ, വരാനോ പോകാനോ ഒന്നും ആരുമില്ല. ഈ ഒരു സ്വത്ത് തന്നെ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മളെ അന്വേഷിച്ച് വരാനും എല്ലാത്തിനും ഇതൊക്കെ തന്നെയുള്ളൂ. ഒരു ദിവസം ലീവ് കിട്ടിയാൽ ഇങ്ങനെയാണ്. പെട്ടെന്ന് ഓടിച്ച് പോകാനാണെങ്കിലും കൂടി വന്നിട്ട് പോകും കേട്ടോ. അപ്പോൾ അതിന് സന്തോഷമുള്ളത്. നമ്മൾ ആ ഒരാളെ വിചാരിച്ചിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പോണത് തന്നെ. ഒരാളെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത്. നമ്മളെ കാര്യങ്ങളൊന്നും മണ്ടിച്ചൊന്ന് പറയാനുള്ളത് തന്നെയുള്ളൂ. അപ്പം അങ്ങനെയാണുള്ളത്. ഏതായാലും ഞാനിതങ്ങനെ ഓളെ സാരിയല്ല കേട്ടോ, അത് പണ്ടത്തെ സൈസ് ഒരു സാരി കേട്ടോ. അപ്പോൾ ആ ഒരു സാരിയല്ല, ഒരു മുറിച്ച് വാങ്ങുന്ന മീറ്റർ തുണിയാണ്. അപ്പോൾ ഒരു 80 റുപ്യ കേട്ടോ മീറ്ററിനുള്ളത്. ഞാൻ ഇന്നൊരു 4-4.5 മീറ്റർ വാങ്ങി ബ്ലൗസിനും, അതേപോലെ തന്നെ പാവാടത്തേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് സ്കൂൾ വിട്ട് കുഞ്ഞാറ്റ വരുമ്പോഴേക്കിന് ഇതൊക്കെ അടിച്ച് തീർക്കണം. വൈകുന്നേരത്താണ് അമ്മയും കുട്ടികളും കൂടി ചാത്തല്ലൂർക്ക് പോകുന്നത്. അവിടെ നിന്നാണ് പറശ്ശിനിക്കടവിലേക്ക് പോണത്. അപ്പോൾ അമ്മ കണ്ണൻ നീക്കാനായിട്ട് നിൽക്കുകയുണ്ടോ. കണ്ണനാണ് അനിയത്തിൻ്റെ അവിടെ കൊണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യമായിട്ട് വന്നിട്ടുള്ളത് മരുവനെ കാണാൻ തന്നെയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടിട്ടില്ല. വന്നപ്പോൾ കുറച്ച് അരി, സാധനങ്ങളും, പഞ്ചസാരയും, വെളിച്ചെണ്ണയും കണ്ട എല്ലാ സാമഗ്രികളും കൊണ്ടിട്ടാണ് 36 വന്നിട്ടുള്ളത്. കൈ വീശി വരാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ഓരോന്ന് വർത്താനം പറഞ്ഞ് ചിരിച്ചും കളിച്ചിരിക്കേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ധൃതിയാണ് പോകാനായിട്ട്. ഒരു ദിവസം ലീവ് കിട്ടുക എന്ന് പറയുന്നത് ഹോട്ടലാണല്ലോ. ഹോട്ടലാകുമ്പോൾ അങ്ങനെ ലീവ് കൊടുക്കുകയൊന്നുമില്ല കേട്ടോ. ഹോട്ടലിൽ നമുക്ക് പാത്രം കഴുകൽ, പച്ചക്കറി നന്നാക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണ് കേട്ടോ അപ്പോൾ പറയുന്നത്. അകമ്പാടം NK ഹോട്ടലിലാണ് നമുക്ക് പണിയുള്ളത്. അപ്പോൾ ഇന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഈ പണി ഇരിക്കട്ടെ. അപ്പോൾ അതിന് കണ്ണൻ നീച്ച് പല്ലൊക്കെ തേച്ച് അമ്മമ്മനെ കൊണ്ടാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇനി അമ്മ അനിയത്തിൻ്റെ അടുത്ത് വൈകുന്നേരത്തെ പോവുകയുള്ളൂ. ഏതായാലും രാത്രി ആകുമ്പോഴത്തേന് അകമ്പാടത്തെ വീട്ടിലെത്തും. അങ്ങനെ 36 പോവുകയാണ് കേട്ടോ. കണ്ട് സമാധാനമൊക്കെ ആയി, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിക്ക് അപ്പോൾ മനസ്സിൽ സന്തോഷമൊക്കെ കൊണ്ടാണ് പോണത്. ഇനി പോളറും പോയിട്ട് കുട്ടികളെ സ്കൂളിട്ട് വന്നിട്ടാവും അമ്മ തിരിച്ച് പോവുണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കുറച്ച് പണികളുണ്ട്. ഞാൻ അടിക്കാനായിട്ട് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ അടുപ്പത്തേക്ക് വരൂല, നിങ്ങൾ അച്ചമ്മയും മകളും എന്തെങ്കിലും കാട്ടിക്കോളിക്ക് ചോറ് ഇല്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളി, ഞാൻ ഇന്നത് അടിച്ച് തീർത്തിട്ട് തന്നെയുള്ളൂ ബാക്കി കാര്യം എന്നുള്ളത്. അങ്ങനെ ചോറിന് തീ പിടിപ്പിച്ചിട്ട് ചോറിന് വെള്ളം വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം അച്ചമ്മയും മകളാണ് ഇന്ന് അടുക്കളയിൽ. അതാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ.
ഇതിൻ്റെ ഇടയിലും ഇതാ അച്ഛമ്മയും മകളായിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ടി വിയിൽ ഭയങ്കരമായിട്ട് ഒച്ച കേൾക്കണോണ്ട് അങ്ങനെ വോയിസ് ഓവർ ഇടാല്ല, ഓൺ വോയിസ് ഇടാൻ കഴിയൂല. അമ്മ ഇതാക്കണ് എന്ത് പണി എടുക്കുകയാണെങ്കിലും 37 അരക്കലൊരു കെട്ടാണ് കെട്ടു കിട്ടുക, അപ്പോഴാണ് എനർജി കിട്ടുകയെന്ന് തോന്നുന്നുണ്ട്. എന്ത് പണിഞ്ഞിപ്പോൾ ഒരു അടിച്ചു വരലാണെങ്കിലും അരയിലൊരു തോർത്തണ്ട് കെട്ടിയാൽ അമ്മക്ക് ഭയങ്കര ഉഷാറാണ് എന്ത് പണി എടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ ഒന്ന് അങ്ങനെ പണിയെടുപ്പിക്കലൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ എടുക്കലൊന്നുമില്ല. നമുക്ക് അതിന് മാത്രമല്ല കുറേ ആൾക്കാർ നിന്നെടുക്കാൻ മാത്രമല്ല പണിയൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഞാനൊരാളെൻ്റെ മതി ഇവിടെ പണിയെടുക്കാനായിട്ട്. ഇന്ന് ഏതായാലും ഞാൻ ലീവാണ്, ഞാനിന്ന് അടുക്കളയിൽ കയറുന്നില്ല. ഞാൻ ഇതൊന്ന് തീർക്കട്ടെ കേട്ടോ. ഇതിപ്പം ഒരു ആദ്യം എന്ത് തുണി വാങ്ങിക്കൊണ്ടെന്നാലും ഇവൽക്കൊരു സെർച്ചിങ് ഉണ്ട്. പിൻട്രസ്റ്റ് കയറിൻ്റെ ഒരു തിരഞ്ഞു നോക്കലുണ്ട് കേട്ടോ. ഏതൊക്കെയോ മോഡലാണ് അങ്ങോട്ട് കാണിച്ചു തരുന്നത്, അതേപോലെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെയാണ് ഇല്ലത് കേട്ടോ. അപ്പം നമ്മൾ ഒരു അടിക്കാരി ആയതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇജാതിയൊക്കെ ഇതാ പുറത്ത് കൊണ്ടുപോയി അടുപ്പിക്കുകയാണെങ്കിൽ, കടയിലൊക്കെ കൊണ്ടുപോയി അടുപ്പിക്കുകയാണെങ്കിൽ നല്ല പൈസ പൊട്ടും. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും പറയും ആ ഒരു വില ഇല്ല നിങ്ങൾക്ക് ഇന്നേന്നില്ലത് എപ്പോഴും പറയും കേട്ടോ. എത്ര അടിച്ചു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാ ഡാൻസ് കളിക്കുന്നുണ്ടില്ലേ, എത്ര അടിച്ചു കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ തീരെ വില ഇല്ല കേട്ടോ, നിങ്ങൾ പുറത്ത് പോയി അടിച്ചിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത്, അപ്പോഴാണ് ഇന്ന ഒരു വില ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടുന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഓൾക്ക് പുതിയ ഡ്രസ്സ് വേണം കേട്ടോ. ഓൾക്കറിയാം എന്തെങ്കിലും ഒരു പീസ് കഷ്ണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഓൾക്ക് അടിച്ച് കൊടുത്ത് ഓലെ സബൂറാക്കിയിട്ട് ഞാൻ വിടുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അമ്മക്ക് ഏതായാലും അതൊന്നും കഴിഞ്ഞിട്ടില്ല, മക്കളെങ്കിലും ഉഷാറാകട്ടെ, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഒരാളിത് ഇതാക്കണ ഞാൻ വെട്ടിയാണ്ട് അടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു ബ്ലൗസും അതേപോലെ തന്നെ പാവാടയും കൂടി കണ്ട് അടിച്ച് കഴിഞ്ഞാലേ തുന്നാൻ ആ ഓക്കണ്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓൾ ഇതാക്കണ എന്തൊക്കെയോ പണിയെടുത്ത് നടക്കുകയാണ്, അടിച്ചു വാരലോ തുടക്കലോ പിന്നെ പാത്രം കഴുകലോ. അങ്ങനെ അടുക്കളയിൽ അച്ഛമ്മ ഉണ്ട്. വലിയതായിട്ട് കുക്കിങ് കാര്യങ്ങൾ 36 അറിയൊന്നുമില്ല, പക്ഷേ എടുക്കും കേട്ടോ. എടുക്കാൻ മടിയും കാര്യങ്ങളൊന്നുമില്ല, അലമ്പും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ അമ്മായിയമ്മമാരും ഭയങ്കര കുശുംബന്മാരാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനതിൽ ഭാഗ്യവതിയാണ്. 36 വലിയ കുശുംബും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിൽ ഞാൻ അങ്ങോട്ടും പോയലില്ല, 30 ഇങ്ങോട്ടും വരലില്ല, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ എന്തിനാ അപ്പോൾ കുശുംബും കുന്നായ്മയൊക്കെ കാട്ടിയിട്ട് എന്താപ്പോൾ കാര്യം? ഏതായാലും ഒരു ഭാഗത്തേക്ക് പോകാനുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ടു നടന്നിട്ട് എന്താപ്പോൾ കാര്യം? അപ്പം അങ്ങനെയാണ് പോകുന്നുണ്ട്. അമ്മേൻ്റെ വൈക്ക് പോകുന്നുണ്ട്, ഞാനിത് എൻ്റെ വൈക്കും. നമുക്ക് അതിൽ പരാതിയില്ല, പരിവോ ഇല്ല, കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം അതിലേതായാലും ഞാൻ ലക്കിയാണ്, ഭാഗ്യവതിയാണ്. ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് മാനസികമായി തളർത്തിയോണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പം ഈ ഒരു പഠിച്ചവൻ്റെ കൃപ കാരണം അതൊന്നും ഇല്ല ഇപ്പം. അപ്പം കുഴപ്പമില്ല, ഞാനിതൊന്ന് അടിച്ച് തീർക്കട്ടെ കേട്ടോ പെട്ടെന്ന്. അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മൂപ്പര് 2 തുണി കൊണ്ടുവന്നിട്ട്, പുതിയ തുണി വാങ്ങിയതാട്ടോ. ആശുപത്രിയിൽ കടന്നപ്പം പുതിയ തുണിയെ വാങ്ങിയതാണ്. അതിൻ്റെ കരടിച്ച് തരണ്ടാന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയും വിളി ഇവിടെ. അപ്പോൾ ഞാൻ അടിക്കുന്നതിൻ്റെ ഇടയിൽ ചെന്നിട്ട് അത് മുണ്ട് അടിച്ചിട്ട് ബാക്കി അടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പം വേഗം കരടിച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. പൊതുവെ മെഷീനുള്ള വീട്ടിൽ അങ്ങനെയാണല്ലോ, ഒന്നും ഒരു മേലടി അടിക്കാതെ കരടുക അല്ലേ. എല്ലാവരും കൊണ്ടുവന്ന് നമുക്ക് ഇതിൻ്റെ മേലടി അടിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് കൊണ്ടുവന്ന് തരും. പക്ഷെ നമ്മൾ മെഷീനുള്ള ആൾക്കാർക്ക് ഭയങ്കര മടിയാവും അവനാൻ്റെ സാധനം അടിക്കാനായിട്ട്. അറിയുന്നത് സുഖം ആകുന്നുണ്ടെന്നല്ലേ പറയേണ്ടി. ആ മാങ്ങ കൊടുത്താണ്, ഇതൊക്കെ മരുന്നാണ് കഴിച്ചിട്ടുള്ളത്. ഒരു 4 വർത്താനം പറയാന്ന് നിന്നാൽ 2 വരിയിൽ അങ്ങോട്ട് നിർത്തിയിട്ട് അപ്പം അങ്ങോട്ട് നിർത്തും കേട്ടോ. ക്യാമറ അങ്ങോട്ട് ചൂണ്ടി ചെന്നാൽ പിന്നെ ഒരു മുണ്ടാട്ടം ഉണ്ടാവില്ല, മുറിയാട്ടം ഉണ്ടാവില്ല കേട്ടോ. ഇതിലേറെ നമ്മൾ അച്ഛമ്മ വർത്താനം പറയും കേട്ടോ ക്യാമറയിൽ നോക്കിയിട്ട്. അപ്പം ഇത് എന്നാണ് ഒന്ന് റെഡിയാക്കി എടുക്കുക, എല്ലാം റെഡിയാക്കി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇയാൾ എങ്ങനെയായാലും ഒന്നും മുണ്ടി വർത്താനം പറയണില്ല ക്യാമറയിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് സുഖമായ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതാ ഓപ്പറേഷനൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് ഇങ്ങനെ വരുന്നേ. ഇതൊന്നും ഒരു മാസം കൊണ്ടൊക്കെ റെഡിയാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ഉണ്ണിമോളത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ കുഞ്ഞാറ്റൻ്റെയാണ് കേട്ടോ. ഇതും വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല, ഒരു 80 100 അത്രേ ഉള്ളൂ മീറ്ററിന്. അപ്പോൾ നമ്മൾ ഇതാക്കുന്ന മീറ്ററിനൊക്കെ വെട്ടിമുറിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്താ ചോദിച്ചാൽ ഞാൻ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാട്ടോ. അപ്പോഴാണ് ലോങ് എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പം ഒന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഇനി ഓളത് അടിച്ച് കഴിഞ്ഞിട്ട് വേഗം മറ്റോളം അടിക്കട്ടെ കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി മറ്റോളത് ഇവിടെ വീട്ടിലിരിക്കണോളം അളവും കാര്യങ്ങളൊക്കെ എടുത്ത് സ്കൂൾക്ക് പോണത് അളവെടുക്കാനായിട്ട് മറന്നും പോയി. പിന്നെ ഓളെ പഴയ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതിമെന്നൊക്കെ തട്ടി കൂട്ടിയാണ്ട് അളവെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ.
അതിൻ്റെ ഇടയിൽ ഇത് അച്ചമ്മ ചോറൊക്കെ തിന്നുന്നുണ്ട്. അച്ചമ്മ എന്താ ഉണ്ടാക്കി, കോവയ്ക്കേൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തോ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തക്കാളി താളിച്ചത് നമ്മളെ ഉണ്ണിമോളുമാണ് കേട്ടോ. അപ്പോൾ അതൊരു വെപ്പൻ്റെ ആയിരുന്നു കേട്ടോ. രണ്ടാളും ഒരു പൊട്ടത്തിയാളാണ്, അതുകൊണ്ട് ഒരു വെപ്പൻ്റെ ആയിരുന്നത്. കറി ഏതായാലും ഉഷാറ് കറിയായിരുന്നു. അങ്ങനെ ഏതായാലും ഉണ്ടാക്കിയല്ലോ. ഞാനിങ്ങനെ വിഷയമ കയറി ഇരിക്കുന്നല്ലോ, എന്നോട് ഒരു മുണ്ടാദ്യം പറയാതെ ഉണ്ടാക്കിയല്ലോ, എന്നെ വലിയ ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് അടിച്ച് തീർക്കാനായി കഴിയൂലേന്ന് കേട്ടോ, കുറേ പണി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ അതങ്ങോട്ട് തീർത്ത് വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചോറ് തിന്നട്ടെ എന്ന് വിചാരിച്ചു. പള്ളിക്ക് കാറ്റടക്കണതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്ന് തരേ. ഗ്യാസിന് ഭയങ്കരമായിട്ട് വില ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നല്ല വയറുവേദന എടുക്കും, പുറം വേദനയും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഗ്യാസ് വരുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ നിന്നട്ടെ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൂപ്പരെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് മരുന്നുടിയൊക്കെ കഴിഞ്ഞ് അതാ ഫോണിൽ നോക്കി കിടക്കുകയാണ്. ഇപ്പോൾ ഫുള്ള് കോമഡി കാണാം കേട്ടോ, ബമ്പർച്ചേരിയും ഫ്ലവേഴ്സ് കോമഡി, അങ്ങനെ കോമഡിയാണ് ഇവിടെ. അയാൾക്ക് അത് തന്നെയാണ് പണി. അപ്പോൾ നീച്ച് ആയിട്ടുണ്ടോ ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേദന ഉണ്ട് കേട്ടോ. അപ്പം കുഞ്ഞാറ്റൻ്റെ ഒരു വിധം ആക്കിയിട്ടുണ്ട് ഞാൻ. ഉണ്ണിമോളത് പ്രിൻസസ് കട്ട് അടിച്ചിട്ടുണ്ട്, ഇവളത് സാധാ അങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്. നേരം 6 മണിയായി. നേരത്തെ ഈ പൗഡർ കുപ്പി വേണ്ട അച്ഛമ്മയുടെ വണ്ടി കയറിയിരുന്നു. പിന്നെ അവിടെ തീർപ്പുണ്ടാവില്ല, നിങ്ങൾ അറിയാത്ത ചേർപ്പാൻ നേരത്തെ ചീർപ്പെടുത്താണെങ്കിൽ എടുത്തോ. കാലൊക്കെ ഇരുന്നിരുന്ന് ഇങ്ങോട്ട് നിൽക്കണതാ ഓടി. അപ്പോൾ ഒന്നാമത് അമ്മൻ്റെ മരുന്നും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് മരുന്ന് കൊണ്ടുവരട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് അങ്ങോട്ട് തന്നെ തറവാട്ടിൽ തന്നെ തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രാവശ്യം വന്നത് ഏതായാലും 10-20 ദിവസത്തിനോളം അടുത്ത് നിന്നും തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ നിൽക്കല്ലോ, ഒരാഴ്ച കഴിയുമ്പോഴത്തേന് തന്നെ കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ടാവും. ഇപ്രാവശ്യം ഏതായാലും മകൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു 34. ഏതായാലും പോകുകയാണ്, കണ്ണനാണ് കൊണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ ഓല് നാളെ ഇനി പറശ്ശിനിക്കടവ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ തന്നെ കുറേ കാലമായി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കണ്ണന് ചോറ് കൊടുത്ത അന്നാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഓനിപ്പോൾ എത്ര വയസ്സായി? 20 വയസ്സായി. അപ്പോൾ ഇനിയൊരു ദിവസം പോകണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോകണം എന്നുള്ളൊരു ആശ ഉണ്ട്. കൈ വയ്ക്കാരെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓലൊക്കെ പോകാൻ നിൽക്കുകയാണ്. ഓലൊക്കെ പോയിട്ട് വരട്ടെ അല്ലേ. ഇപ്പം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൂപ്പർക്ക് ഇപ്പോൾ കഴിയൂലല്ലോ, കുറേ നേരം ഇരിക്കാനൊന്നും കഴിയൂല, അതുകൊണ്ടാണ് പോവാത്തത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓല് പോയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ അടിച്ച് കൊണ്ടുപോയി കേട്ടോ. പോയി കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മളെ അടുക്കള നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇതാ ഇങ്ങനെയാണല്ലോ, അവിടുത്തെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. ഏതായാലും 1 തൊട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ, എന്നാലാണ് എൻ്റെ അടുക്കള എൻ്റെ പോലെ ആകുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു എനർജി ബൂസ്റ്ററായിട്ട് ഒരു പഴുത്ത മാങ്ങ ചെത്തിയിട്ടുണ്ട്. ഇത് പിന്നെ ഉപ്പും മുളകും വെളിച്ചെണ്ണ കിട്ടാണ്ട് അതൊന്നും തിരുമ്മിയെടുത്ത് ഇനി അതൊന്നും തിന്നട്ടെ കേട്ടോ. എന്നിട്ട് പള്ള കാളിയിട്ട് വേണം തിന്നാനായി, അല്ല എല്ലാ ജോലികൾ എടുക്കാനായിട്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ തിന്നാൻ, നല്ല പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളകും അതേപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് തിന്നാനായിട്ട്. ഞാൻ അതാണ് തിന്ന് തീർക്കട്ടെ. വൈകുന്നേരം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്, വിളക്ക് കത്തിക്കാൻ നേരമായി. പിന്നെ ഏതായാലും വിളക്ക് കത്തിക്കാനുള്ള സമയമില്ലായിട്ടല്ല, എൻ്റെ ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേന് ഞാനാകെ ചെയ്യും. അപ്പം ഇതൊക്കെ തിന്നിട്ട് എൻ്റെ പണികൾ എടുക്കട്ടെ കേട്ടോ. അടിച്ചുവരലൊക്കെ കഴിഞ്ഞു, ചെറുമട്ടത്തിലൊന്ന് തുടച്ചിട്ടു. ഞാനിന്ന് രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അടുക്കളയിൽ കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അടുക്കളയിൽ കയറിയത്. ഏതായാലും ടാറ്റാ.